സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതായത് ഇത്രയും കാലം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതിക്കെതിരായിട്ട് പോകുന്നത്. ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഈ ബില്ലുകൾ വൈകുന്നത്. അപ്പോൾ ഇപ്പം മാത്രം ഇങ്ങനെയൊരു തോന്നൽ വരാനുള്ള കാരണം എന്താ? അത് നിങ്ങളുടെ വ്യൂ. ചോദ്യമല്ല, ഞാൻ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ വ്യക്തിപരമായിട്ട് വാഗ്വാദത്തിനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണം വെക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ് മാധ്യമങ്ങളെ കാണുന്നത്. അത് നിങ്ങളുടെ വീക്ഷണമാണല്ലോ. നിങ്ങളുടെ വീക്ഷണമാണ് ജാതീയമാണെന്ന്. ആ ജാതീയമാണെന്നുള്ള വീക്ഷണം, ജാതീയമാണെന്നുള്ള നിങ്ങളുടെ വീക്ഷണം നിങ്ങൾക്ക് വെക്കാം. ചോദ്യമില്ല. ദ്രൗപദി മുർമുവിന് മുമ്പും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട്. അന്നൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് സാഹചര്യം ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണം വെച്ചോളൂന്ന്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാലോ. എൻ്റെ അഭിപ്രായമാണിത്. ഞാൻ ചോദിക്കട്ടെ, ഏത് ബില്ലാണ് പാസ്സാക്കിയിട്ട് പിടിച്ചു വച്ചിരിക്കുന്നത്? ഈ രാജ്യത്തെ UGC നിയമങ്ങൾക്കെതിരായിട്ട് സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിൽക്കാൻ, മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഭാര്യമാർക്ക് ജോലി കൊടുക്കാൻ, അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം, അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണ സഭയെ അഴിമതിക്ക് സംരക്ഷണം നൽകുന്ന വേദിയാക്കാൻ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ, ആ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ MLA-മാർക്ക് കൊടുക്കുന്ന വിപ്പ് അവർ അംഗീകരിക്കണം. അഴിമതിക്ക് കൂട്ടുനിൽക്കലാണോ ഈ നിയമനിർമ്മാണ സഭയുടെ ജോലി? അതും കൂടി ഉത്തരം പറയും. അല്ല, നിങ്ങളുടെ വീക്ഷണങ്ങളോട് ഞാൻ നിങ്ങളുടെ അതായത് എൻ്റെ സുഹൃത്തെ, ഞാൻ പറയുന്നവർക്ക് സുപ്രീം കോടതി എന്താ അംഗീകരിച്ച് 57,000 എന്ന് ഇവിടെ പ്രസംഗിച്ചത് അവിടെ ചെന്നപ്പോൾ എത്രയായി? അല്ലല്ല, സുപ്രീം കോടതിയിൽ പോയത് 57,000 കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ പ്രസംഗിച്ചത്. അവിടെ ചെന്നപ്പോൾ 57,000-ന്റെ പരാമർശമില്ല. അവസാനം സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഒരു 10,000 കോടിയെങ്കിലും ഇവർക്ക് രക്ഷാ പാക്കേജ്, ബെയിൽ ഔട്ട്, അതാണ് വാക്ക്. ഒന്ന് പൂർത്തിയാക്കട്ടെ. ബെയിൽ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കപിൽ സിബൽ കേരളത്തിൻ്റെ വക്കീല് കോടതിയിൽ എന്താ വാദിച്ചത്? കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച അഫിഡവിറ്റിലെ വിവരങ്ങൾ പുറത്തുവിടരുത്. എന്താ പേടി? കാരണം പുറത്തു വിട്ടു കഴിഞ്ഞാൽ വസ്തുതകൾ പുറത്തു വരും. എന്താ വസ്തുത? കേരളം ഈ വർഷ അവസാനത്തോടുകൂടി ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലെത്തും. സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ 10,000 കോടി ചോദിച്ചാൽ കേന്ദ്രത്തിന് അനുവദിക്കാനാവില്ല. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരരുത് എന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നു. ആ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ താല്പര്യത്തിനല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധൂർത്തിന് പിന്തുണ കൊടുക്കാനാണ്. 18 ലക്ഷവും 50 ലക്ഷവും ഒക്കെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടത്തുന്നതിന് ഒരു മടിയില്ലല്ലോ. ആ മുഖാമുഖം മാറ്റിവെച്ചിട്ട് പെൻഷൻ കൊടുക്കാതിരുന്നില്ലേ? എന്തിനാ മുഖാമുഖം നടത്തുന്നിപ്പോൾ? പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തവർ മുഖാമുഖം ആ മാമാങ്കം നടത്താൻ എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ വീക്ഷണങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മാധ്യമപ്രവർത്തകർ എക്കാലവും ഉന്നയിക്കും. അത് വീക്ഷണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അത് ചോദ്യമായിട്ട് എനിക്ക് കണക്കാകുന്നില്ല. എൻ്റെ സുഹൃത്തെ, ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം ചോദിച്ചാൽ പോരല്ലോ, ബാക്കിയുള്ളവർക്ക് വല്ലതും ചോദിക്കാൻ അവസരം കൊടുക്കും. അത് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പ്രസ്താവന. അല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ നേരിട്ട്. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ കേട്ടു. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കേട്ടിട്ടില്ലേ? അതെ, തിരക്കിലല്ലേ? അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. കാരണം കേരളത്തിൽ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് ശബ്ദമുയർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ മത്സരമാണ്. ഭീകരവാദികളുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ആരുമില്ല. നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഇവിടെ ആരും അതിനെതിരായിട്ട് ശബ്ദമുയർത്തിയതായിട്ട് ഞാൻ കേട്ടില്ല. കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ, ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ
കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.